അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സഞ്ചരിച്ചു കൊണ്ട് ജീവിക്കുക. അപ്പോൾ ഞാൻ ഈ യാത്രാരേഖകളും പാസ്പോർട്ടും ഇതിനെക്കുറിച്ച് അപ്പോൾ ഇതൊക്കെ പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയണ ഭൂമി ഈശ്വരൻ്റെയാണ്, നിങ്ങളെ തടയേണ്ട കാര്യം എന്തിരിക്കുന്നു. അപ്പോൾ അതാണ് ആ സ്റ്റൈൽ ഓഫ് ഓരോ വർഗം ആൾക്കാരുകളുടെ ജീവിതം. എനിവേ പിറ്റേ ദിവസം അവിടുന്ന് ഞങ്ങൾ പാങ്കോങ് തടാകത്തിലെത്തി. അപ്പോൾ അവിടെ ഈ ലഫ്റ്റനൻറ്റ് കേണലിൻ്റെ പരിചയം കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു റെൻറ്റഡ് കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നും 4-5 ദിവസം ഞങ്ങൾ ഈ പാങ്കോങ് തടാകത്തിലും ഇപ്പോൾ ഈ സംഘർഷം ഇന്ന് പത്രങ്ങളിൽ കാണുന്ന ഈ സംഘർഷം നടന്നതും ആ ഗാൽവൻ കുന്നുകളൊക്കെ ഉള്ള ഏരിയയാണത്. ഞങ്ങൾ ഈ നമ്മുടെ അതിർത്തി കൂടെ നടന്നു. ഈ തടാകത്തിന് 150 കിലോമീറ്റർ നീളമുണ്ട്, 6-7 കിലോമീറ്റർ ഏവറേജ് വീതിയുണ്ട്. ഇതിൽ 50 കിലോമീറ്റർ ഭാഗമാണ് ഭാരതത്തിനുള്ളത്. ഈ ഏറ്റവും വീതി കൂടിയ ഭാഗം ഇവിടെയാണ്. ഈ തടാകം ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ഥലത്തു നിന്നാണ്, ഭാരതഭൂമിയിൽ നിന്നാണ്. ഈ ചൈനയുടെ 100 കിലോമീറ്റർ ഭാഗം കുറച്ച് കഴിഞ്ഞാൽ വീതി കുറഞ്ഞ് വളരെ ശുഷ്കിച്ച രീതിയിലാവും. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ പട്ടാളക്കാരോട് ചോദിച്ചാലും അന്ന് ചൈന പട്ടാളക്കാരൊക്കെ അവിടെ പെട്രോളിംഗ് ഉണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ രാത്രി ഇരുന്ന് പട്ടാളത്തിൻ്റെ മേജർ ആയിരുന്ന ഓഫീസർമാരായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് പുറത്ത് സമാധാനമാണ്, നമുക്കൊന്നും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും നമ്മളൊന്ന് അറിഞ്ഞിട്ടില്ല, വായിച്ചറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അവർ പറഞ്ഞു നിരന്തരം പ്രോബ്ലം ഉണ്ട് ഇവിടെ, എനി മൊമെൻ്റ് എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ നദീ തീരത്ത് കൂടെയുള്ള യാത്ര അവർ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എൻകറേജ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെയുള്ള. ഇപ്പം ഇന്ന് ഈ സംഘർഷഭരിതമായ അന്തരീക്ഷം നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഞങ്ങൾ തങ്ങിയത്. അത് കഴിഞ്ഞ് അവിടെ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ആ ദിവസം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ മഞ്ഞിൻ്റെ അധികം കാരണം അതൊരു ഫുൾ മൂണായിട്ട് കിട്ടിയില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര ചെയ്തത് നുബ്ര വാലിയിലേക്കാണ്. ഈ പാങ്കോങ് ലേക്കിൽ നിന്ന് ഒക്കെ അതിദുഷ്കരമായ മലമടക്കിൽ കൂടിയുള്ള യാത്രകളാണ്. മലയുടെ മുകളിൽ കൂടെയും താഴ്വാരത്തിൽ കൂടെയും കയറിയും ഇറങ്ങിയും വീതി കുറഞ്ഞ റോഡുകൾ. ഇറ്റ്സ് എ ടെററിസം ഏരിയ. ഈ ഭാഗത്തൊക്കെ നമ്മുടെ പട്ടാളക്കാർ കാവലുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ശിരസ് നമിച്ചു പോകും. ഈ നുബ്ര വാലിയിലേക്ക് ഞങ്ങൾ പിന്നീട് യാത്ര ചെയ്തു. അത് പോകുന്നത് കാറക്കോറം മൗണ്ടൻസിൻ്റെ അതിന് അടിവാരത്തിൽ കൂടിയും മുകളിൽ കൂടിയൊക്കെ കയറി ഇറങ്ങി. അപ്പുറത്ത് അതിൻ്റെ താഴെ കൂടെ നുബ്ര നദിയുണ്ട്, അലറി കുതിച്ചൊഴുകുന്ന നദി. ആ യാത്രയും ഒരു ഭീതിജനകമായൊരു യാത്രയാണത്. ഇതിൻ്റെ ഇടയിൽ പട്ടാളക്കാരുടെ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വണ്ടി പിന്നോക്കെടുക്കണം, അല്ലെങ്കിൽ താഴെ എന്ന് പറഞ്ഞാൽ അത്ര അഗാധമായ താഴ്വരയാണ് നദിയുടെ. അത് കഴിഞ്ഞ് നമ്മൾ നുബ്ര വാലിയിലെത്തുമ്പോൾ ശരിക്കും സ്വർഗലോകത്തേക്ക് എത്തിച്ചേരുന്ന പ്രതീതിയാണെന്നാണ് ലഡാക്കികൾ പറയാം. ഈ പർവ്വതങ്ങളും കാറക്കോറം റേഞ്ചുകളും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ അതിവിശാലമായ നോക്കത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു വാലി, ഒരു താഴ്വരയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
സിൽക്ക് റൂട്ട് പോയിരുന്നത് ഈ റൂട്ടിൽ കൂടെയാണ്, ഈ നുബ്ര വാലി കൂടെയാണ്. അപ്പോൾ അന്നത്തെ കച്ചവടം, ട്രേഡിങ് പ്രശസ്ത, ഞാൻ എൻ്റെ ബുക്കുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്ത് അത് ഓരോ സ്ഥലത്ത് വിറ്റ് അവിടുന്ന് വേറെ സാധനങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ അത് ഒരു സഞ്ചാരം തന്നെയായിരുന്നു സിൽക്ക് റൂട്ട്. അതങ്ങനെ നമ്മുടെ നാഥുല ചുരത്തിൽ കൂടെയൊക്കെ കടന്ന് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഈ 1962 ഇന്ത്യ ചൈന വാറിലാണ് ഈ ചുരങ്ങളൊക്കെ അടഞ്ഞുപോയി, ഈ പാസസുകളൊക്കെ നിന്നുപോയി. നുബ്ര വാലിയിൽ നിന്നാണ്, അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുത്തെ ഒട്ടകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ബാക്ട്രിയൻ ഒട്ടകങ്ങൾ എന്നാണ് അവരെ പറയാം. ഉയരം കുറവാണ്, 2 ഡബിൾ കൂനാണ്, ഡബിൾ ഹംപ്ഡ്. പിന്നെ കഴുത്തും കാലൊക്കെ നിറയെ മുടി രോമാണ്. ഈ നുബ്ര വാലിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഗ്ലേഷ്യറിൻ്റെ ആരംഭമായി. നുബ്ര വാലിയിലൊക്കെ താമസിക്കാൻ കൂടാരം കെട്ടി വാടകയ്ക്ക് കൂടാരം കൊടുത്ത് വാങ്ങിച്ച് അത് അങ്ങനെയാണ്. അവിടെ ഭക്ഷണമൊക്കെ കിട്ടും. എത്ര ദിവസം നിന്നാലും നമുക്കവിടെ മടുപ്പ് വരില്ല. അത്രയും ശുദ്ധമായ വായു, പൊല്യൂഷനില്ല. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരുന്ന ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലോട്ടുള്ള യാത്രയാണ് ഏറ്റവും പ്രശസ്തമായ സിയാച്ചിൻ ഗ്ലേഷ്യർ. സിയാച്ചിൻ്റെ അടിവാരത്ത് എത്തുമ്പോഴേക്കും -25 ആയിരിക്കും തണുപ്പ്. മുകളിലോട്ട് അതിന് പ്രത്യേകം പാസ് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ -40, 50 അങ്ങനെയൊക്കെ വരുന്ന റേഞ്ചാണത്. ഇവിടെയും നമ്മുടെ പട്ടാളക്കാർ കാവലുണ്ട്. നുബ്ര വാലിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്കുള്ള വഴിയാണ്. പിന്നെ ഇവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നുബ്ര വാലിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കാരക്കോറം റേഞ്ചിൽ വന്ന് അങ്ങനെ നമ്മൾ ലേയിലേക്ക് റിട്ടേൺ ആവുകയാണ്. ലേയിൽ കാണാൻ പിന്നെ അവിടുന്ന് വേറെ ഉണ്ട്. ഇപ്പോൾ ഈ ഷിയോക്ക് നദിയുടെ ഉത്ഭവസ്ഥാനം, പിന്നെ സിന്ധു നദി ഒരു സമുദ്രം മാതിരി പരന്നൊഴുകുന്ന ഏരിയ, അങ്ങനെയൊക്കെ ഉണ്ട്. കാഴ്ചകൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ലേയിൽ ഇമ്പോർട്ടൻ്റായിട്ട് കുറച്ച് സ്ഥലമെന്ന് വെച്ചാൽ മൊണാസ്ട്രികളാണ് ലേയിലധികം. ഒരുപാട് മൊണാസ്ട്രികളുണ്ട്. ഇനി ഈ ലേയിലത്തെ വേറൊരു വിശേഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ദാറ്റ് ജേണി വാസ് അബോർട്ടഡ്. അത് അലസി പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മഞ്ഞ്, ഒന്ന് റോഡുകളുടെ കണ്ടീഷൻ. പക്ഷേ പരമമായൊരു ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ഈ പാങ്കോങ് തടാകത്തിൻ്റെ തീരത്ത് UFO, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്ട്സ്, പറക്കും തളികകൾ വരുന്നുണ്ട് എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നു. അതേക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 100 കൊല്ലം മുമ്പൊക്കെ തന്നെ നമ്മുടെയൊക്കെ വിജനമായ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോവുക, അവർ ഡിസപ്പിയർഡ് ആവുക, അങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയ 1900-നൊക്കെ ശേഷം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഇതൊരു കെട്ടുകഥയാണെന്നും ഒരു അന്ധവിശ്വാസം, അങ്ങനെ ഒരു ധാരണയായിരുന്നു. പക്ഷേ പിന്നീട് മറ്റേ അമേരിക്കൻ കാനഡ ഭാഗത്തുകൾ അങ്ങനെ ഓരോ ഏരിയകളിലും ഇറ്റ് വാസ് ഹാപ്പനിങ്. എന്നുവെച്ചാൽ ആ മിസ്സിങ് ആയ ആളെ പിന്നെ ഒരിക്കലും കണ്ടു കിട്ടിയിട്ടില്ല. തന്നില്ല, ഇതുമാതിരി ഒരു കറങ്ങി തിരിഞ്ഞിറങ്ങി വരുന്ന ഒരു പേടകം നേരിൽ കണ്ട ആൾക്കാരുകളുണ്ട്. അപ്പോൾ ഇതിനെ നിഷേധിക്കാനും പറ്റില്ല. പക്ഷേ ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയും കണ്ടെത്താൻ പറ്റുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലം പിന്നെയും പുരോഗമിച്ചു. ഓരോ കാലഘട്ടങ്ങളിലും ഇതേക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളും പത്രങ്ങളിൽ വരാറുണ്ട്. പ്രകടമായിട്ടുള്ളൊരു ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടിയത് 1985 അന്ന് അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ നിന്ന് ടോക്കിയോ ലക്ഷ്യം വെച്ച് പോകുന്ന ഒരു ജംബോ ജെറ്റ് വിമാനം 450ഓളം യാത്രക്കാരും ഒക്കെ കൂടിയുള്ള ജംബോ ജെറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് മനസ്സിലാവും. 4 എൻജിൻ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഇത്രയും ഹ്യൂജായിട്ടുള്ളൊരു എയർക്രാഫ്റ്റാണത്. ഏതാണ്ട് അറ്റ്ലാന്റിക്കിൻ്റെയൊക്കെ മുകളിലെത്തിയപ്പോൾ രാത്രി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ദൂരെ നിന്നൊരു പ്രകാശഗോളം കണ്ടപ്പോൾ പൈലറ്റ് വിചാരിച്ചത് വല്ല റോക്കറ്റോ അല്ലെങ്കിൽ മിസൈലോ വിമാനത്തിൽ പതിക്കാൻ വരണം വെച്ചിട്ട് ആൾ കൺട്രോൾ ടവറിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതടുത്ത് വന്ന് ഈ വിമാനത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് കറങ്ങി ഒപ്പം സഞ്ചരിച്ചു തുടങ്ങി. ഇപ്പോൾ സാധാരണ ഈ എയർക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ കുറച്ച് ധാരണയുള്ളവർക്ക് അറിയാം, ഈ 4 എഞ്ചിനും ഇതിന് ഏതാണ്ട് 1,00,000 ഹോഴ്സ് പവറിൽ മുകളിൽ പവറാണ് ഓരോന്നിന്. ഇപ്പോൾ പലപ്പോഴും എയർപോർട്ടിൽ തന്നെ അപകടങ്ങൾ നമ്മൾ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുന്നിൽ പെട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞെരിഞ്ഞമർന്നു പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള 4 എൻജിൻ്റെ സൈഡിൽ കൂടെ ഈ പ്രകാശവസ്തു, ഒരു പേടകം, ഒരു വട്ടത്തിലുള്ളൊരു ഓവൽ ഷേപ്പിലുള്ളൊരു പേടകം, അങ്ങനെ ഇത് കൺട്രോൾ ടവറായിട്ടുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവസാനം കൺട്രോൾ ടവർ പറഞ്ഞു 35,000 അടിയിൽ നിന്ന് 10,000 അടിയിലേക്ക് താഴ്ത്താൻ പറഞ്ഞു. അപ്പോഴും ഇതൊപ്പമുണ്ട്. ദെൻ പിന്നെ ഒരു 15-20 മിനിറ്റിൻ്റെ ആകെ സംഭ്രമം. ഇതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് അത് വന്ന വഴിയിലേക്ക് ഷൂട്ടപ്പ് ചെയ്തു പോയി. ഇതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ പിന്നീട് വന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ജപ്പാൻ എയർലൈൻസിൻ്റെ ഒരു കാർഗോ ഫ്ലൈറ്റിനും ദ സെയിം അനുഭവം ഉണ്ടായി. അതും സമുദ്രത്തിൻ്റെ മുകളിലാണ്. അത് അലാസ്ക കഴിഞ്ഞപ്പോഴാണ് ഈ 2 എണ്ണം എന്ന് വന്നത്. 2 സൈഡിലും ഈ പറക്കം തളിക ഒപ്പം വിമാനത്തിനെ പിന്തുടർന്നു. അത് അവസാനം പിന്തുടർന്ന് ഒരു 1.25 മണിക്കൂറോളം ആകെ ഒരു സംഭ്രമം ഉണ്ടാക്കിയെങ്കിലും ഇതുമാതിരി തന്നെ മറ്റേ പോലെ തന്നെ ഇത് 2 ഭാഗത്തേക്കും പിരിഞ്ഞുപോയി. ഇതും ഈ കൺട്രോൾ ടവറായിട്ടുള്ള ടോക്കുകൾ അതൊക്കെ റെക്കോർഡറാണ്. ഇത്രയും വിവരങ്ങളൊക്കെ ഈ ഏജൻസികൾ വഴി പുറത്തു വന്നിട്ടും അമേരിക്കയുടെ പെൻറ്റഗൺ ഇതേക്കുറിച്ച് ഒരു നിശബ്ദത പാലിച്ചു. പല മാധ്യമങ്ങളും പറഞ്ഞു ഇതൊക്കെ കെട്ടുകഥകളാണ്, ഇതൊക്കെ അങ്ങനെയാണ്, അങ്ങനെ പല വെർഷനും വന്നു. പക്ഷേ പെൻറ്റഗൺ ഔദ്യോഗികമായിട്ട് ഒരിക്കലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ പറക്കും തളികളുടെ കുറിച്ചുള്ളൊരു ഗവേഷണം കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ലേ ലഡാക്ക് യാത്രയിൽ. അതാണ് പറഞ്ഞു വന്നത്. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ അവിടെ യാത്രയിൽ ഞാൻ അവിടുത്തെ ആർമി ഓഫീസേഴ്സിൻ്റെ മൊബൈലിൽ, ഇപ്പോൾ നമ്മുടെ ലഫ്റ്റനൻറ്റ് കേണൽ വിശാലിൻ്റെ മൊബൈലിൽ ഈ ചിത്രമുണ്ട്. അത് തിരിഞ്ഞ് തടാകത്തിൻ്റെ മുകളിലേക്ക് വരുന്നു, ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ആൾ പറഞ്ഞു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാൻ പാടില്ല, കാരണം എൻ്റെ മൊബൈലിലേക്ക് അയക്കാം, അങ്ങനെയൊന്നും അതിനൊക്കെ കർശനമായ നിബന്ധന ഇതുണ്ടെന്ന് പറഞ്ഞു മുകളിൽ നിന്ന്. അപ്പോൾ ഇത്രയൊക്കെ പങ്ങാമാരി പട്ടാളക്കാരുടെ രാത്രി പെട്രോളിങ് നടത്തുന്ന പട്ടാളക്കാരുടെ മൊബൈലിലുണ്ട്. ഇവരൊക്കെ ഇത് രഹസ്യമായിട്ടൊക്കെ അയക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അത് അറിഞ്ഞാൽ കുറ്റമാണെന്നുള്ള നിലയ്ക്ക് ആരും അത് ചെയ്യാറില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഈ ലഫ്റ്റനൻറ്റ് വിശാലിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കുമ്പോൾ മടക്കയാത്രയ്ക്ക് മുമ്പ് അദ്ദേഹം അത് വിശദമായിട്ട് കാണിച്ചു. ഞാൻ ഇതേക്കുറിച്ച് ഈ നോമാഡ്സായിട്ട് സംസാരിച്ചു. അവരിത് കണ്ടിട്ടുണ്ട്.
അത് പിന്നീട് എനിക്ക് വിസ്തരിച്ച് ഒരു ദ്വിഭാഷി വേണ്ടി വന്നു. കാരണം അവരുടെ ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവരത് നേരിട്ട് കണ്ടതാണ് ആ സംഭവം. പാങ്കോങ് തടാകത്തിൻ്റെ മുകളിൽ അവിടുന്ന് നീങ്ങിയിട്ട് കുറേ ഇവിടെ ഒരു മിൽക്കി വേ കാണുന്നൊരു ഏരിയ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. നമ്മൾ മിൽക്കി വേ അന്തരീക്ഷത്തിലെ ഒരു പ്രതിഭാസമാണ്. അത് കാണുന്നൊരു ഏരിയ ഉണ്ട്. ആ ഭാഗത്ത് ഇവർ കൂടാരം വെച്ചിരിക്കുമ്പോഴാണ് ഒരു 100-200ഓളം യാക്ക് മൃഗങ്ങൾ ഒരു രാത്രി 12 മണിയായപ്പോൾ അതിഭീകരമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി. അതായത് മുക്കറയിടുക, നിലത്ത് ചവിട്ടുക, പൊളിക്കുക, വാല് പൊക്കുക. അങ്ങനെ 2 പേര് എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ ഈ ഗാൽവൻ കുന്നുകളുടെ ഭാഗത്ത് ഒരു പ്രകാശവസ്തു തിരിഞ്ഞ് ഇറങ്ങി ആ കുന്നുമ്മ നിന്നു. അപ്പോൾ ഈ നോമാഡ്സുകൾക്ക് ഇതൊന്നും അറിയില്ല. അവർ വിചാരിച്ചത് ചൈനയുടെ എന്തെങ്കിലും ഹെലികോപ്റ്റർമാരുള്ള എന്തെങ്കിലും സാധനമാവും. അങ്ങനെയൊക്കെ അവിടെ നിരീക്ഷണത്തിനൊക്കെ വരാറുണ്ട്. അവരതത്ര കാര്യമാക്കില്ല. പക്ഷേ ഈ മൃഗങ്ങൾ ഇങ്ങനെ സംഭ്രമം ഉണ്ടാക്കിയതാണ് അവർ മനസ്സിലാവാതെ പോയത്. തന്നെയല്ല, അതിന് 2 ആളിറങ്ങി ഒരു നീല ബ്ലൂയിഷ് കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് 2 ആൾ ഇറങ്ങി പോയി. പക്ഷെ അവർ തിരിച്ച് കയറി. പിന്നെ അവർ കാണുന്നത് തിരിച്ച് മുകളിലോട്ട് പോകുന്നതാണ്. പക്ഷെ അവർ കയറിയത് അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് പട്ടാളക്കാരാണ് ഇവരോട് പറഞ്ഞ് ഇത് ഇങ്ങനൊരു സംഭവമാണ്. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള അങ്ങനെ ഒരു നോമാഡ്സുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ളൊരു വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചിട്ടും അമേരിക്കയുടെ പെൻറ്റഗൺ, അവരുടെ ഡിഫൻസ് ആസ്ഥാനമാണത്. ഒരുപാട് നിരീക്ഷണങ്ങളും ഒരുപാട് നടക്കുന്ന സ്ഥലമാണത്. ഒരുപാട് ഏരിയ 51 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് കാനഡ US അതിർത്തിയിൽ. ഇവിടെയൊക്കെ പല വിസ്മയങ്ങൾ നടക്കുന്നുണ്ട്, ഇന്നും ലോകം അറിയാത്തത്. അവർ അറിയിക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ലേ ലഡാക്കിൻ്റെ അനക്സറായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ പറക്കും തളികളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള ലോകത്തെമ്പാടും നടന്ന അനുഭവങ്ങൾ, സ്റ്റഡികൾ, ഇതൊക്കെയാണ് അതിൽ കൊടുത്തത്. ഇത് രൂപമായി കഴിഞ്ഞപ്പോൾ, DTP വർക്കായി കഴിഞ്ഞപ്പോഴാണ് ഏപ്രിൽ 30 ഈ കൊല്ലം 2020 മറ്റേ കേരളത്തിലെ പത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പേജിൽ കളർ ചിത്രം അടക്കം ഒരു ന്യൂസ് വന്നു. അമേരിക്കയുടെ പെൻറ്റഗൺ ഇത് അംഗീകരിച്ചിരിക്കുന്നു. ദേ ഹാവ് അഗ്രീഡ് ഇറ്റ്. പറക്കും തെളിവുകളുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിയതിന് ശേഷമാണ് പെൻറ്റഗൺ ഇക്കൊല്ലം ഏപ്രിൽ 30 ന്യൂസ് വാർത്ത വന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് പറഞ്ഞാലും ഒക്കെ അന്ധവിശ്വാസമാണ്. ഇപ്പോൾ ഹിമാലയത്തിൽ ഡിവൈൻ യോഗീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ, ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അന്ധവിശ്വാസമാണ് അത്. ഇവിടെ കണ്ടിട്ടുള്ളതൊക്കെ ഈ ജാട കാണിച്ച് നടക്കുന്ന സന്യാസിമാരല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നുള്ളൂ. യഥാർത്ഥ യോഗികളുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നും പുച്ഛണവർക്ക്, പലർക്കും, ഒരുപാട് ആൾക്കാർക്ക്. പക്ഷേ നല്ല ആൾക്കാരുണ്ട്, വായിക്കുന്നവരുണ്ട്. ഈക്കൊരു സംസ്കാരമാണ് നമ്മളെ നിലനിർത്തിയത് ശരിക്കും പറയാച്ചാൽ. ആ സമയത്താണ് എനിക്കിതേക്കുറിച്ച് പല കോണ്ടാക്റ്റുകളും വെച്ചുകൊണ്ടിരിക്കുന്ന. കാരണം കോട്ടയത്തുനിന്ന് ISROയിലെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൽ, ഡോക്ടർ ഗോവിന്ദരാജ്. എൻ്റെ ബുക്ക് വായിച്ചിട്ട് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. ഞങ്ങൾ തമ്മിൽ ആ 2ാമത്തെ ബുക്ക് തൊട്ടേ പരിചയമായി. ഞാനന്ന് തപോഭൂമി ഉത്തരാഖണ്ഡിൽ ആ ഗ്ലേഷ്യറിൽ കൂടെ, കാറ്റ്ലിംഗ് ഗ്ലേഷ്യറൊക്കെ കടന്നു പോയി അവസാനം ഒരു ഗുഹയിലൊക്കെ എത്തുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഗോവിന്ദരാജ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ബുക്ക് വായിച്ചിട്ടാണ് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അന്നേ ഗോവിന്ദരാജ് പറഞ്ഞു, താങ്കൾ പോയ ഏരിയ മുഴുവൻ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആ ഏരിയ ആയിട്ട് അങ്ങനെ അനന്തമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എപ്പോഴെങ്കിലും ഞങ്ങളൊരു മിഷൻ ഏർപ്പാടാക്കുന്നുണ്ട്. അവരൊക്കെ ഓഫീസിൽ ഇരുന്നിട്ടുള്ള ചിത്രീകരണങ്ങളേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ്
വർഷങ്ങൾ കഴിഞ്ഞു, 2, 3, 4-ാമത്തൊക്കെ ബുക്ക് ഇറങ്ങി. ആ സമയത്താണ് ഗോവിന്ദരാജ് വീണ്ടും വിളിച്ചു. കാറ്റ്ലിൻ ഗ്ലേഷ്യറിൽ ഞാൻ പോയ സ്ഥലത്ത് ഉള്ളിടത്ത് ഇവരുടെ ടീം, ഇവരുടെ സയൻറ്റിസ്റ്റുകളും സന്നാഹങ്ങളും ഒക്കെ കൂടിയിട്ട് ഒരു സെറ്റ് പോകുന്നുണ്ട്, ഞാനതിലുണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ബട്ട് ആ സമയത്താണ് ലണ്ടനിലൊരു ഹിന്ദുമത മഹാസമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തോളാമെന്ന് സമ്മതിച്ചതും വിസ ഫോർമാലിറ്റിക്ക് വേണ്ടി പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത കാല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ യാത്ര ഗോവിന്ദരാജൻ്റെ കൂടെ പോകാൻ പറ്റില്ല. ലണ്ടനിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് താല്പര്യം ഇതായിരുന്നു. അവരൊരു മാസത്തോളം ഉണ്ടായിരുന്നു അവിടെ. എന്തായാലും ഞാൻ ലണ്ടൻ യാത്ര കഴിഞ്ഞു. അവർ അവിടുത്തെ പര്യവേഷണ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഗോവിന്ദരാജ് പറഞ്ഞു, ഞാൻ ആ മറ്റേ തപോവനിൽ നടന്നു പോയ ആ മാർഗം അവരരിച്ചരിച്ചരിച്ചരിച്ച് സാറ്റലൈറ്റ് നോക്കിയവർ. കിട്ടിയ റിസൾട്ട് എന്താണെന്നറിയോ? 600-ൽ പരം ഗ്ലേഷ്യർ ലേക്സ് ഉണ്ട് ഞാൻ ഈ പോയ വഴിയിൽ. ഗോവിന്ദരാജ അന്തമിട്ടമാരെ സംസാരിച്ചത്. കാരണം ഞാൻ അന്നേ പറഞ്ഞു, മുമ്പ് നടക്കുന്ന ബിന്ദു എന്ന് പറഞ്ഞൊരു കുതിര, മറ്റേ കഴുത, മ്യൂള്. അപ്പോൾ ഇതിൻ്റെ സിദ്ധികളെക്കുറിച്ചൊക്കെ ഞാനത് ആ ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അടിയിൽ ജലസമ്മർദ്ദം, ജലം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം നിൽക്കും. പക്ഷേ 2-3 അടിയൊക്കെ കനമുള്ള പാളികൾ കഴിഞ്ഞാൽ 100 കണക്കിന് അടി, 1000 കണക്കിന് അടി ഡെപ്തുള്ള തടാകങ്ങളാണ് അത്ര ഈ വഴിയിൽ മുഴുവൻ. അദ്ദേഹം എനിക്ക് അതിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോസ് അയച്ചു തന്നു. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ഏരിയകൾ ഹിമാലയത്തിലുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ കാര്യങ്ങൾക്കും അത് ഓത്തൻറ്റിക് ആണ് എന്ന് വരുമ്പോൾ നമുക്കൊരു വി ആർ ഹാപ്പി. അപ്പോൾ അങ്ങനെ പെൻറ്റഗൺ ഈ UFOനെ കുറിച്ച് എഗ്രി ചെയ്തത് ഇതൊരു വലിയൊരു വിഷയത്തിലേക്ക് പോവുകയാണിപ്പോൾ. കാരണം അന്യഗ്രഹ ജീവികളുണ്ട്. ഒരു 15 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞപ്പോൾ, 10 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ കരുതിക്കൂട്ടി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ 5-ാമത്തെ ബുക്കിൽ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടികളൊക്കെ ചില മാഗസീനുകൾ, സമകാലീന മലയാളം, ഏതൊക്കെ മലയാളം, അവരൊക്കെ എഴുതിയതിനെക്കുറിച്ച് ഒരു സന്യാസി വേഷധാരിയുടെ പേരിലൊരാൾ. പക്ഷേ ഇപ്പം അവരൊന്നും കാണാനേ ഇല്ല ഈ രംഗത്ത്. അത് വേറെ കാര്യം, അത് പോട്ടെ. അങ്ങനെ വിമർശിച്ച് നടന്ന പല സന്യാസിമാരും ഇപ്പം ഇല്ല, ഇപ്പം രംഗത്തില്ല. ദേ ആർ ഡിമിനിഷ്ഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ഇപ്പം ഇതിൽ കാര്യം അതല്ല. ഈ സംഭവം ഇറ്റ് ഈസ് എ റിയാലിറ്റി. അന്യഗ്രഹങ്ങൾ കോടാനുകോടി കോടി 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 ട്രില്യൺ കിലോമീറ്റർ കാലത്ത് തൊട്ട് ഉച്ച വരെ ഇരുന്ന് കോടി 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 എന്ന് പറഞ്ഞാലും അവിടേക്ക് എത്തില്ല. അതേമാതിരി തന്നെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള, ഭൂമിയെക്കാളിലൊക്കെ കോടിക്കണക്കിന് വലുപ്പമുള്ള ഗ്രഹങ്ങൾ. നമ്മുടെ സൂര്യൻ അവിടുത്തെ സൂര്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ അത്രയേ ഉള്ളൂ നമ്മുടെ സൂര്യൻ. ഇതൊക്കെ ഞാനും ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭൂമി മൊത്തം ഈ കോസ്മോസിൻ്റെ ഒരു ചിത്രം എടുത്താൽ അതിന് നമ്മുടെ ഭൂമിയെ കാണാനില്ല. കാണാനില്ല എന്ന് വെച്ചാൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. ഒരു കടുകുമണിയുടെ പകുതി ഉണ്ടാവുള്ളൂ ഭൂമിയുടെ വലിപ്പം. ആ അത്രയും ചെറിയ ഭൂമിയുടെ തന്നെ 10% പോലും നമുക്കറിയില്ല. ആകെ 30% ഭൂമിയുള്ളൂ. കാരണം ബാക്കി 70% വെള്ളമാണ്, സമുദ്രമാണ്. ഈ 30% തന്നെ ഭൂമി നിൽക്കുന്ന ഇതിൻ്റെ തന്നെ 10% പോലും നമുക്കറിഞ്ഞുകൂടാ. ഇതിൽ തന്നെ നമ്മൾ കാണാത്ത തലങ്ങളുണ്ട്.
നമുക്കറിയാത്ത ഭൂവിഭാഗങ്ങളുണ്ട്. ഓരോരോ തലങ്ങളാണ് മാറി മാറിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഭാഗവതം അങ്ങനെയുള്ള ആർഷകൃതികളൊക്കെ വായിക്കുമ്പോൾ അറിയാം 17-14 ലോകം എന്നൊക്കെ പറയുന്നത് മാതിരി. അപ്പം അങ്ങനെയുള്ള ലോകങ്ങളെക്കുറിച്ചൊക്കെ ഈ സ്റ്റഡികൾ, പുതിയ സ്റ്റഡികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോളോ എർത്ത്, ആ പ്രതിഭാസത്തിലേക്കാണ് ഇപ്പോൾ സയൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹോളോ എർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമി, ഈ ഉരുണ്ട ഭൂമിയുടെ പുറത്താണ് ഈ 70% ജലം നിൽക്കുന്നത്. അതും 10 കിലോമീറ്റർ വരെ ആഴമുള്ള സമുദ്രമാണ്. ഭൂമിയുടെ ഈ ഉരുണ്ട ബോൾ മാതിരിയുള്ള ഭൂമിയുടെ ചുറ്റും ഔട്ടറിലാണ്, ഉള്ളിലല്ല. സാമാന്യ ബുദ്ധിയുള്ള നമ്മളൊന്നും ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭൂമി നിൽക്കുന്നത് ഒരു സ്പേസിലാണ്. അപ്പുറത്ത് ചൊവ്വ, ബുധൻ, വ്യാഴം, ആ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്, സൂര്യനെ ചുറ്റുന്നുണ്ട്. 70% ജലം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് 365 ദിവസം കൊണ്ട്. ചുറ്റുമ്പോൾ ഈ എങ്ങനെയായാലും നിങ്ങളൊരു ഗ്ലോബ് നമ്മുടെ കണ്ണുമുമ്പിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചരിച്ചരിച്ച് ചുറ്റി നോക്കൂ. തിരിച്ചു വരുമ്പോൾ ഈ ഭാഗമൊക്കെ അങ്ങോട്ട് പോകണം. ഇവിടെ അത് സംഭവിക്കുന്നില്ലല്ലോ. ഇനി ഈ സ്പേസിൽ നിൽക്കുന്ന ഭൂമിയുടെ ഈ വെള്ളം കഴിഞ്ഞിട്ടുള്ള സ്ഥലം എന്താ, അതെങ്ങനെ അറിയാം? അപ്പോൾ മൊത്തം ഇതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടെങ്കിലും ഇതാണ് സൃഷ്ടിക്ക് വേണ്ടി ഭൂമിയെ സജ്ജാക്കി എന്ന് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. വെള്ളം ഭൂമിയായിട്ട് അറ്റാച്ച് ചെയ്തു, വായുവിനെ അഗ്നിയായിട്ട് അറ്റാച്ച് ചെയ്തു, അന്തരീക്ഷത്തിനെ ന്യൂട്രലാക്കി. ഈ കൂട്ടിപ്പിടുത്തത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നതും ഈ 70% ജലം, അതിൻ്റെയൊക്കെ കണക്ക് കേട്ട അമ്പരന്ന് പോവും. അത്രയും ഘന അടി ജലമാണ് അതും വെച്ചുകൊണ്ട് തിരിയുന്നത്. അതിൽ ഒരു 30% കരഭൂമിയുണ്ട്. അപ്പോൾ ഇവിടെ അന്യഗ്രഹ ജീവികൾ വരുന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡി ചെല്ലുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഈ ഹോളോ എർത്തിലേക്കാണ്. ഹോളോ എർത്ത് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉൾഭാഗം. ഇപ്പം ഇങ്ങനെ കാണുന്ന ഗ്ലോബ് മാതിരി കാണുന്നതിൻ്റെ ഔട്ടർ നമ്മളിപ്പോൾ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലെന്താ, ലക്ഷോപിലക്ഷം കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട് അതിൻ്റെ ഉൾഭാഗം. ഇവിടേക്കുള്ള എൻട്രി ഇപ്പോൾ ഏകദേശം ഒരു സയൻസിൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, സമുദ്രങ്ങളുടെ അടിത്തട്ടുകൾ, ഇപ്പം ഈ മരിയാന ട്രഞ്ച് മാതിരിയുള്ള സ്ഥലങ്ങൾ, മാനസരസിൻ്റെ അടിത്തട്ട്, പാങ്കോങ് ലേക്കിൻ്റെ അടിത്തട്ട്, അതേമാതിരി ഗോബി ഡെസർട്ടിൻ്റെ, മംഗോളിയയിലത്തെ അതിൻ്റെ ഒരു ഭാഗം, നോർത്ത് പോള്, സൗത്ത് പോള്, ഉത്തരധ്രുവം, അതിൻ്റെ ഭാഗം, ഈ ഭാഗത്തിൽ കൂടെയൊക്കെ ഈ ഹോളോ എർത്തിലേക്ക് എൻട്രി ഉണ്ട്. ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ ഗവേഷണം പോകുന്നത്. ഞാൻ എൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റേ സംഭാല, അനദർ വേൾഡ്, ഷാങ്ക്രില എന്നൊക്കെ വേറെ പേരിൽ അറിയപ്പെടുന്നത്. ഇതേക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങളാണ് ഈ ലേ ലഡാക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനെക്സറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ ലേ ലഡാക്ക് എന്നുള്ള ചാപ്റ്റർ കഴിയാണ്. എന്തായാലും ഒരുവിധം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ന് അവിടെ നടക്കുന്ന സംഘർഷത്തിൻ്റെ കാരണം, ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ അതിലുണ്ട്, ഓൾമോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ UFOനെ കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഈ ഒരു കാര്യം കൊണ്ട് ഇതിൽ പറയാനുള്ളത്, ഇതൊക്കെ ഞാൻ ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും സന്ദർഭമായിട്ട് പറഞ്ഞതാണ്. ഈ ഡോക്ടർ ഗോവിന്ദരാജ് വേറൊരു സംഭവം എന്നോട് പറഞ്ഞു. ഇതിനൊക്കെ രേഖയുണ്ട്. 2004 16 വർഷം മുമ്പ് ഇവർ ഹിമാചൽ പ്രദേശിലെ ലാഹുൾ ആൻഡ് സ്പിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഗവേഷണം
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അനിൽ കുൽക്കർണി എന്ന് പറഞ്ഞ ആളാണ് ഇവരുടെ ഡയറക്ടർ. ഈസ് എ സയൻറ്റിസ്റ്റ്. ഗോവിന്ദരാജുണ്ട് അതിൽ. ഇപ്പോൾ ഈ ലാഹുളൻ സ്പിറ്റിയിലൊക്കെ ഞാൻ പോയതാണ്. എൻ്റെ 5ാമത്തെ ബുക്ക് ഡാഗിനിമാരുടെ ഹൃദയഭൂമി എന്ന് പറഞ്ഞത് ഈ ലാഹുളൻ സ്പിറ്റിയിലാണ്. അതിൽ ആ സ്ഥലം. അവിടെ ഇവർ ഒരു മലമടക്കിൽ ക്യാമ്പ് ചെയ്യാണ്, കൂടാരൊക്കെ വെച്ച്. ഒരു 10-30 ആളുണ്ട്, 10-25 ആളുണ്ട്, കൂലിക്കാരുണ്ട്, അങ്ങനെ എല്ലാ സന്നാഹമുണ്ട്. സന്ധ്യ നേരത്തെ ഇവർ എന്താ വെച്ചാൽ അടുത്തുള്ള മലമുകളിൽ ഒരു വലിയ പ്രകാശഗോളം നിന്ന് തിരിയണത് കണ്ടു. പെട്ടെന്ന് എല്ലാവരും ക്യാമ്പിൽ നിന്ന് പുറത്ത് വന്നു, നോക്കി. കൂലിക്കാരനത് കൂക്കി വിളിച്ച് കാണിച്ചു കൊടുത്തത്. പെട്ടെന്ന് എന്തുണ്ടായെന്ന് വെച്ചാൽ അസാമാന്യമായ വേഗത്തിൽ ഇത് താഴോട്ട് പതിച്ചു. ഒരു വലിയ പാറക്കല്ല് താഴേക്ക് വീടിനേക്കാളും സ്പീഡിൽ. അപ്പോഴും കാണുന്നുണ്ട് ഒരു 5-5.5 അടി ഉയരമുള്ള ഒരു റോബോട്ടിൻ്റെ മാതിരിയുള്ളൊരു ഫിഗറാണത്ര. പെട്ടെന്ന് തന്നെ ഡോക്ടർ കുൽക്കർണി ഇതിന് ഫോട്ടോഗ്രാഫി ചെയ്തു, ഡിജിറ്റൽ ക്യാമറയിൽ. പിന്നെ ഇത് ശരവേഗത്തിൽ, അതേ ഒരു ബുള്ളറ്റ് വേഗത്തിൽ ആകാശത്തേക്ക് പോയി. ഈ ഡോക്ടർ കുൽക്കർണി എന്ത് ചെയ്തു വെച്ചാൽ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മേലധികാരികൾ ഡൽഹിയിലും അഹമ്മദാബാദിലൊക്കെ വിളിച്ചു, വിവരം പറഞ്ഞു. ബട്ട് അവർ തിരിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞത് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, ലീവ് ഇറ്റ്. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത്രയധികം പ്രൂഫും കാര്യങ്ങളും കണ്ട് ഇത്രയും സെറ്റ് ആൾക്കാർ കാണുക, എന്നിട്ട് അതിനെ നിസ്സാരമാക്കിയിട്ട് മുകളിൽ നിന്ന് തള്ളിക്കളയാം. ഈ ഡോക്ടർ കുൽക്കർണി എന്തെന്ന് വെച്ചാൽ ആ ഭാഗത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ 30 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഗട്ടർ റോഡാണ്, ടാർ ചെയ്യാത്ത ഉള്ള അങ്ങനത്തെ വഴിയാണ്. ഇവരെന്തെന്ന് വെച്ചാൽ ആ ജീപ്പ് എടുത്ത് അന്ന് തന്നെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഏതാണ്ട് ഒരു 10 മണിക്ക് മുമ്പ് അവിടെ ചെന്ന്, അപ്പോൾ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഉണ്ട് അവിടെ, അങ്ങനെ തൊട്ടടുത്താണ് ക്വാർട്ടേഴ്സ്. ഈ ഡിജിറ്റൽ ക്യാമറ കാണിച്ച്, ഓപ്പൺ ചെയ്ത് കാണിച്ച്, ഫോട്ടോ കാണിച്ച് അദ്ദേഹം ഒരു FIR അവിടെ രജിസ്റ്റർ ചെയ്തു. നിങ്ങൾക്ക് അറിയാം, പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ ദാറ്റ് ഈസ് എ പെർമനൻറ്റ് റെക്കോർഡ്. ഇന്നും ആർക്ക് വേണമെങ്കിൽ വിവരാവകാശം ഏത് കമ്മീഷൻ ഏത് പ്രകാരത്തിൽ വേണമെങ്കിൽ ആ FIRൻ്റെ കോപ്പി എടുക്കണം. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്ന ലേ ലഡാക്കിനുള്ള ഒരു പ്രത്യേകത കൂടി ഇതാണ്. ഒന്ന്, ഇതുമാതിരിയുള്ള ഒരു ഡിവൈൻ ഭൂമി, പ്രത്യേകിച്ച് ഈ ഫ്ലൈയിങ് സോക്കേഴ്സ്, പറക്കും തളികകൾ വരുന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടൻ്റാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്.